വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് റെസിറ്റേഷൻ ജൂനിയർ ബാച്ചിനെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞങ്ങളിവിടെ വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. ആദ്യത്തെ വർഷം നൂറാനിയ ഖായിദ തജ്വീദ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിച്ചു മുന്നോട്ട് പോയി. ഇപ്പോൾ ഈ 2ാം വർഷം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് തിലാവത്തിലും അതുപോലെ ഖുർആനെ കൂടുതലായിട്ട് പഠിക്കാനുള്ള, ഖുർആൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമത്തിലുമായിരുന്നു. അങ്ങനെയുള്ള ചർച്ചകൾ വളരെയധികം പുതുമ നിറഞ്ഞതായിരുന്നു ഞങ്ങളിൽ പലരും ഇതിനു മുമ്പ് ഖുർആൻ ക്ലാസ്സുകൾ പലതും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും കിട്ടാത്ത തരത്തിലുള്ള, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വളരെ അഗാധമായ പുതിയ രീതിയിലുള്ള ഒരു പഠനമായിരുന്നു ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചത്. അതിൽ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം നിങ്ങളോട് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സൂറത്ത് യാസീൻ്റെ പഠനം ആരംഭിച്ച സമയത്താണ്. സൂറത്ത് യാസീനിലെ 2ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ഖുർആനിൽ ഹക്കീം എന്ന് പറയുന്നുണ്ട്. അതായത് ഹക്കീമായ ഖുർആനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു. അപ്പം ഖുർആനിലുടനീളം പലയിടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളെ തൊട്ട് സത്യം ചെയ്യാറുണ്ട്. അതിന് തുടർന്ന് വരുന്ന കാര്യങ്ങളെ കൂടുതൽ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യാറെന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഈ എടുത്തു പറയുന്ന കാര്യം എന്താണെന്നോ, അത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് അത് എന്താ പറയുക അവിടെ പ്രസക്തമാകുന്നതെന്നോ ഉള്ള കാര്യത്തെക്കുറിച്ച് കാര്യമായ അറിവ് പലപ്പോഴും കിട്ടിയിട്ടില്ല. ഹക്കീമായ ഖുർആൻ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശകലനം വന്നപ്പോൾ ഹക്കീം എന്ന് പറഞ്ഞാൽ എന്താണ്, ഖുർആൻ്റെ സിഫത്തായിട്ട് എടുത്തു പറഞ്ഞ കാര്യമാണ്. അപ്പം അതിലെന്താണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ള പഠനത്തിലേക്ക് കടന്നപ്പോൾ അതിൽ 2 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലായി. ഒന്നാമതായിട്ട് ഹിക്മ, രണ്ടാമതായിട്ട് ഹുക്കൂം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് മനസ്സിലായത്. ഹിക്മ എന്നുള്ളത് എന്താണെന്നും ഹുക്കൂം എന്നുള്ളത് എന്താണെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു. അപ്പോൾ അതിലേക്ക് നീങ്ങിയപ്പോഴത്തേക്കും ജ്ഞാനശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ട് വന്നു. ഖുർആനിലെ ഒരായത്തിലെ ഒരു വാക്കിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം മറ്റെങ്ങോട്ടോ കൊണ്ടുപോവുകയാണ് ഞങ്ങൾ. ജ്ഞാനശാസ്ത്രം, അറിവ് എന്നുള്ളത് പ്രധാനമായിട്ടും 4 മേഖലകളിലായിട്ട് പരന്നു കിടക്കുകയാണെന്നും അതെന്തൊക്കെയാണെന്നും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടി വന്നു. ചുരുക്കത്തിൽ ഈ ഹക്കീം എന്നുള്ള സംഗതി വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുരുക്കത്തിൽ പറയാൻ ശ്രമിക്കുകയാണ്. എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. എന്തായാലും ജ്ഞാനശാസ്ത്രത്തിൽ പ്രധാനമായിട്ടുള്ള 4 സംഗതിയിൽ ഒന്ന് എംപിരിസിസം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, നമ്മൾ സയൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അറിവിൻ്റെ ഒരു മേഖലയാണ്. അത് പ്രധാനമായിട്ടും പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെ മനുഷ്യർ ആർജിച്ചെടുക്കുന്ന അറിവാണ്. അവിടെ അതിനാണ് പ്രാമുഖ്യം. യഥാർത്ഥ സത്യം എന്നുള്ളത് എംപിരിസിസം ബേസ് ചെയ്തിരിക്കുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾക്ക് അനുഭവേദ്യമാകുന്ന, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവേദ്യമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ ആർജിച്ചെടുക്കുന്ന അറിവാണ്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിലും മറ്റു ചില ടൂളുകൾ ഉപയോഗിച്ചെങ്കിലും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവേദ്യമാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. നമ്മൾ ഇന്ന് കാണുന്ന സയൻസിൻ്റെ കംപ്ലീറ്റ് ബേസും ഇത് തന്നെയാണ്. സയൻറ്റിഫിക് ആയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ നമ്മൾ പലതും കണ്ടെത്തുന്നു. ഇതെല്ലാം ഈ മേഖലയിൽ വരുന്ന സംഗതിയാണ്. വേറൊന്ന് ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന, നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ചില ചിന്തകളാണ്. ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ, ചിലർ നമ്മളോട് പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഓൺ ദ സ്പോട്ട് നമ്മുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും കടന്നു വരും. ചില കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനം, ഒരാൾ നമ്മളോടൊരു ബിസിനസ് പ്രപ്പോസൽ മുമ്പോട്ട് വെക്കുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരാളുടെ ഒരു ലൈഫിലെ എക്സ്പീരിയൻസ് ഉണ്ട്, അയാൾക്ക് മനസ്സിലാവും ഇത് ഫെയിലാകാൻ പോകുന്ന ഒന്നാണെന്നുള്ളത്. അയാൾ അത് ഫെയിലാകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു പഠനവും നടത്തിയിട്ടില്ല. പക്ഷേ ഓൺ ദ സ്പോട്ട് അയാളുടെ എക്സ്പീരിയൻസ് കൊണ്ട് അയാൾക്ക് മനസ്സിലുണ്ടാവുന്ന ഒരു തോന്നലാണ്, ആ ഒരു അറിവാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. വേറൊന്ന് ടെസ്റ്റിമോണി എന്ന് പറയുന്ന ഒരു മേഖലയാണ്. അതായത് അനുഭവ സാക്ഷ്യം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അതായത് വേറൊരാൾ കണ്ടത്, അനുഭവിച്ചത് അയാൾ നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കുന്നു, അത് സത്യമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവ്. ഇപ്പം നമ്മൾ വായിക്കുന്ന പല സയൻസുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളോ പുസ്തകങ്ങളോ ഒക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്ന സംഗതികളാണ്. നമ്മളെ കോടതിയിലൊക്കെ നമ്മൾ സാക്ഷ്യം പറയാറുണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്ന സംഗതികളാണ്. അങ്ങനെയുള്ള അറിവുകളാണ് ഈ ടെസ്റ്റിമോണി എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും പെടാത്ത വേറൊന്നുണ്ട്. അത് റാഷണലിസം എന്ന് പറയുന്ന ഒരു മേഖലയാണ്. അവിടെ പ്രധാനമായിട്ടും അവലംബിക്കുന്നത് യുക്തിയെയാണ്. ഈ യുക്തി ഉപയോഗിച്ച്, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് യുക്തിപരമായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്ന അറിവുകൾ, അങ്ങനെയുള്ള അറിവുകളാണ് ഈ റാഷണലിസം എന്ന് പറഞ്ഞ മേഖലയ്ക്കുള്ളിൽ വരുന്നത്. ഈ മേഖല നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ദൈവമുണ്ടോ, പരലോകമുണ്ടോ,
ഈ ലോകത്തിന്റെ അർത്ഥം എന്താണ്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, എൻ്റെ ലക്ഷ്യം ഇവിടെ എന്താണ്, ഇവിടെ എന്തുമാത്രം അനീതികൾ നടക്കുന്നു, ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയാൽ മതിയോ, ഇതിനൊരു ഒരു അർത്ഥമില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള ചിന്തകൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ നമ്മൾ സയൻസുമായിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. കാരണം അത് അവരുടെ മേഖലയല്ല. ഇപ്പൊ ദൈവമുണ്ടോ എന്നുള്ള ചിന്തയ്ക്ക് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ സയൻസിലേക്ക് നമ്മൾ തിരിയുന്നത്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വെള്ളത്തിന്റെ ചൂടറിയാൻ വേണ്ടി ത്രാസം കൊണ്ട് പോകുന്നത് പോലെ ഒരു സംഗതിയാണ്. കാരണം അവിടെ അതുകൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല, അതിന്റെ ടൂളല്ല അത്. നമുക്ക് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ മാനദണ്ഡം അനുസരിച്ച് പോയാലേ കഴിയുള്ളൂ. അപ്പം ദൈവമുണ്ടോ എന്നുള്ള ചർച്ച വരുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ നടത്തുന്ന ചർച്ചകൾ അത് യുക്തിയെ ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം. അപ്പം നമ്മുടെ മുമ്പിലേക്ക് ഈ ചർച്ചകളൊക്കെ പണ്ട് മുതലേ BC കാലഘട്ടങ്ങൾ മുതലേ ഉള്ള ചർച്ചകളാണ്. അന്നു മുതലേ ആൾക്കാർ ഇതിനെ സമീപിക്കുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിന്തകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇസ്ലാം പോലെയുള്ള ഒരുപാട് ചിന്തകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യുന്നത് പൊതുവെ ഈ ചിന്തകളെ നമ്മുടെ ഈ ചോദ്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മളൊന്ന് കൂട്ടി നോക്കുകയാണ്. ഏത് ചിന്തയ്ക്കാണ് എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം പൂർണ്ണമായ തോതിലുള്ള ഉത്തരം തരാൻ പറ്റുന്നത്? അത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണ്. അത് ഈ മേഖല, റാഷണലിസം എന്ന് പറഞ്ഞ മേഖല, നമ്മൾ റീസണിങ്ങും ലോജിക്കൽ തിങ്കിങ്ങും ഒക്കെയാണ് ഇതിനകത്ത് അടിസ്ഥാനമായിട്ട് കാണുന്നത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ഈ ചിന്തകളെ വേണ്ട രീതിയിലും ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾക്ക് ഇതിന് പലതിനും ഉത്തരം കിട്ടുന്നത്. ഇപ്പം മറ്റു പല മതങ്ങളും മുന്നോട്ട് വെക്കുന്ന ആ ചിന്തകളെ നമ്മുടെ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ പലയിടത്തും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരം കിട്ടില്ല. മാത്രമല്ല പലയിടത്തും ഒരുപാട് തെറ്റുകൾ നമുക്ക് ബോധ്യമാകും. എന്നാൽ ഇസ്ലാമിന്റെ ചിന്ത, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സങ്കല്പങ്ങൾ, ദൈവസങ്കല്പവും പരലോക സംവിധാനവും, ഇതെല്ലാം നമ്മൾ ഈ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ സമീപിച്ച് നോക്കുക. കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പം ആ രീതിയിൽ ഉള്ള ചിന്തകളെയാണ്, ആ രീതിയിലുള്ള ചിന്തിക്കാനുള്ള കഴിവിനെയാണ് ഈ ആദ്യം പറഞ്ഞ ഹിക്മ എന്നുള്ളതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇത്തരം ചിന്തകളെ ഉണർത്തുന്ന കാര്യങ്ങൾ വളരെയധികം ഖുർആനിനുള്ളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനി ഹുക്കൂം എന്ന് പറഞ്ഞ സംഗതി, അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ലോകവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് എംപിരിസിസത്തിന്റെ മേഖലയാണ്. സയൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സയൻസ് കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഭ്രൂണശാസ്ത്രവും ഗോളശാസ്ത്രവും അതുപോലെ നമ്മളോട് നോക്കാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, മലകളിലേക്ക് നോക്കൂ, അങ്ങനെയുള്ള പല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടയാളങ്ങളിലേക്ക് നോക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. ഇതിലേക്കെല്ലാം വെറുതെ നോക്കാനല്ല, നോക്കുക എന്ന് പറയുന്നത് നിരീക്ഷണമാണ്. നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എംപിരിസിസത്തിന്റെ അടിസ്ഥാനമാണ്, സയൻസിന്റെ അടിസ്ഥാനമാണ് ഒബ്സർവേഷനിൽ നിന്നാണ് പല നിയമങ്ങളും കണ്ടെത്തുന്നത്, പല സത്യങ്ങളും തിരിച്ചറിയുന്നത്. അങ്ങനെയുള്ള സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടെത്താനുള്ള ചിന്തകളിലേക്ക് പോകണം. നമ്മുടെ ഹിക്മയെ ഉണർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങളാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബയുടെ പുനർനിർമ്മാണം നടത്തി കഴിഞ്ഞ സമയത്ത് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്ത ഭാഗം സൂറത്തുൽ ബഖറയിൽ വിവരിക്കുന്നുണ്ട്. അതിനകത്ത് ആ ഭാഗത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എൻ്റെ സന്തതി പരമ്പരയിൽ നിന്നും ഹിക്മ പഠിപ്പിക്കുന്ന ഒരു പ്രവാചകനെ തരണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് അങ്ങനെ ചോദിച്ചത്? കാരണം ഇസ്ലാമിന്റെ സത്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിക്മ ആവശ്യമാണ്, അതില്ലാതെ നടക്കില്ല. അപ്പം അത് പഠിപ്പിക്കണം. ഒരു സയന്റിസ്റ്റിനെ തരാനല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തത്. ആ സയന്റിസ്റ്റിനെ കൊണ്ട് ഇത് സാധിക്കില്ല, അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കില്ല. അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ ഹിക്മ പഠിപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിലെ ചിന്തകളെ, ബുദ്ധിയെ ഉണർത്തുന്ന, ആ രീതിയിൽ ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന ഒരാളാണ് ആവശ്യം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആവശ്യപ്പെട്ടത്. ആ പ്രവാചകനാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, ഈ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത്, ഈ എംപിരിസിസത്തിന്റെ മേഖലയിലൂടെ വ്യാപരമായി കിടക്കുന്ന ഒരുപാട് ആയത്തുകൾ, അതിൽ നിന്നും നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ ഹിക്മ നമ്മളെ ഉണർത്തുന്ന, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടെത്തുന്ന ആ രീതിയാണ് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഈ രണ്ട് മേഖലകളൊന്നും എടുത്തു നോക്കിക്കേ. ഒന്ന് റാഷണലിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എംപിരിസിസത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ്. റാഷണലിസം ലോജിക്കൽ തിങ്കിങ്ങും റീസണിങ്ങുമാണ് അടിസ്ഥാനപരമായിട്ട് സത്യത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ എംപിരിസിസം എന്ന് പറയുന്ന സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖല പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവേദ്യമാകുന്ന കാര്യങ്ങളെയാണ്. അവിടെ റാഷണൽ തിങ്കിങ്ങിന്, അവിടെ ഈ റാഷണലിസത്തിന് യാതൊരു സ്ഥാനവുമില്ല.
ഇന്ന് റാഷണലിസത്തെക്കുറിച്ച് ഒരാൾ ഒരു ബുക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെ ഉള്ളിൽ എംപിരിസിസത്തെക്കുറിച്ചുള്ള യാതൊരു കാര്യങ്ങളും അയാൾ രേഖപ്പെടുത്തുകയില്ല. കാരണം ഇവർ രണ്ടുപേരും ടോട്ടലി വൈരുദ്ധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള രണ്ട് മേഖലകളാണ്. അതുപോലെ തന്നെ തിരിച്ചു ഈ എംപിരിസിസത്തിന് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ബുക്ക് എഴുതുന്ന ഒരാളുടെ പുസ്തകത്തിൽ ആ ഒരു ബുക്കിനകത്തുള്ള തത്വചിന്തകളോ റാഷണലിസത്തെക്കുറിച്ചോ അയാൾ പരാമർശിക്കുകയില്ല. വേണമെങ്കിൽ ഇവർ രണ്ടുപേരും അവരുടെ ഓപ്പോസിറ്റ് മേഖലകളെ അതിനുള്ളിൽ വിമർശിക്കാൻ വരെ സാധ്യതയുണ്ട്. പക്ഷെ ഖുറാനിലേക്കൊന്ന് നോക്കൂ. ഹക്കീമായ ഖുറാൻ എന്ന് പഠിച്ചവൻ പറഞ്ഞേക്കാണ് ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ ഉൾക്കൊള്ളിച്ചേക്കല്ലേ ഖുറാൻ്റെ ഉള്ളിൽ. ഇത് ഉൾക്കൊള്ളിച്ചേക്കുന്നത് മാത്രമല്ല, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യല്ലേ. എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഒന്നൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു സംഗതി കിട്ടിക്കഴിയുമ്പോൾ ഈ ഒരു അറിവ് കിട്ടിയപ്പോൾ ഇതുവരെ ഖുർആനെ സമീപിച്ചതുപോലെ ഇനി ഒരിക്കലും സമീപിക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലായി. അതുപോലെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും ഞങ്ങൾ ഇതിനെക്കുറിച്ച് 2-3 ദിവസങ്ങൾ ഞങ്ങൾ ക്ലാസ്സിലല്ലാതെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എന്നും നമ്മൾ ഓതുന്ന സൂറത്താണ്, എന്നും ഓതിപ്പോയിട്ടുണ്ട്. ഹക്കീം ഖുർആൻ ഹക്കീം ഓതിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ എവിടെയെങ്കിലും ഒരു തഫ്സീറൊന്നും ഞാൻ കണ്ടിട്ടില്ല. വളരെ പരിമിതമായിട്ടുള്ള പല തഫ്സീറുകളും വായിച്ചു. പക്ഷെ ഒരിടത്തും ഈ രീതിയിൽ ആഴത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള അറിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ അക്കാഡമിയിൽ വന്നിട്ട് ഇങ്ങനെ കിട്ടുന്ന അറിവുകളെന്ന് പറയുന്നതാണ് ഏറ്റവും വിലപ്പെട്ടതായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളിലുള്ള ഹിക്മയെ ഉണർത്താൻ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അങ്ങ് മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിലനിർത്തി തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളും ദുആ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് ദുആ ചെയ്യേണ്ട കാര്യമായി. പിന്നെ ഞാൻ ഈ അക്കാഡമി വളരെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം കൂടി പറയുകയാണ് സാറേ. ഈ അക്കാഡമിയെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്ന ഒരു 7-7.5 വർഷം മുമ്പാണ്. അന്ന് എൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് ഇത് അറിഞ്ഞത്. അവരിൽ പലരും അന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് ബാലിശമായ ചില തീരുമാനങ്ങൾ, കാരണങ്ങൾ പറഞ്ഞ് ഈ അക്കാഡമിയിൽ ചേരാൻ സാധിച്ചില്ല. അതിനുശേഷം 2 വർഷം മുമ്പ് എൻ്റെ സഹോദരൻ ഇതിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർബന്ധം മൂലമാണ് ഞാനിവിടെ വന്നു ചേർന്നത്. പക്ഷേ ഇവിടെ വന്നു ചേർന്നിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ആ നഷ്ടമായ 5 വർഷത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത, അതിൻ്റെ ഒരു നഷ്ടഭാരം ഡെയിലി കൂടിക്കൂടി വരികയാണ്. അതിനൊരു പരിഹാരവും ഇല്ല. നമ്മുടെ മുമ്പിലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലേക്ക് കയറാനുള്ള, ദീനിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വാതിൽ തുറന്നു തന്നാലേ ഒട്ടും മടിക്കാതെ, ഒട്ടും താമസം വരാതെ, ഒരു ആവേശത്തോടു കൂടി ഉടനെ തന്നെ അങ്ങ് കയറാൻ പറ്റണം നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും അതിന് പ്രാപ്തരാക്കുമാറാകട്ടെ.